ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചില ആളുകൾക്ക് അവരുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫിലുള്ള ആ വ്യക്തിയുടെ പുറകെ ചേസ് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അതായത് ആ ഒരു വ്യക്തിയെ കമ്പൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രഷർ ചെയ്തുകൊണ്ട് അവരുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ അവർ നിൽക്കുന്നത് കൊണ്ടാണ് മാത്രമാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. എസ്പെഷ്യലി അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഓവറായി ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ആയിരിക്കും ഇത്തരത്തിൽ ആ വാല്യൂ മനസ്സിലാക്കാതെ പോവുക അല്ലെങ്കിൽ ചേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? അതായത് നിങ്ങൾ അവരുടെ പുറകെ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാല്യൂ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളോട് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അതിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് ഐ ആം ഇനഫ്. ഞാൻ അത്ര പോരാ എന്നുള്ളൊരു തോന്നലുള്ള ആളുകൾക്കാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറേണ്ടതായിട്ടുള്ളത്. ഓൾറെഡി നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് വീണ്ടും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയില്ല. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തോട്ട് ഉണ്ട്. അതായത് ഞാൻ അത്ര പോരാ, ഐ എം നോട്ട് ഇനഫ്. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ആ വ്യക്തി എനിക്കൊരു ലക്കായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഭാഗ്യമാണ്. അല്ലെങ്കിൽ എന്നെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഹൈ ആണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ട് ഞാൻ അത്ര പോരാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്കാണ് നിങ്ങൾ മാറിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ തോട്ട് ആദ്യം മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്തെല്ലാം കാര്യത്തിൽ നിങ്ങൾ മികച്ചതാണ് അല്ലെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ട്, എന്തെല്ലാം സ്കില്ല് നിങ്ങൾക്കുണ്ട്, ഇങ്ങനെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഐ ആം ഇനഫ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് ആദ്യമായിട്ട് ഇങ്ങനെ ചേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആക്ഷൻസിലൂടെ അത് മാറേണ്ടതായിട്ടുള്ള ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ ഒന്നും നടപ്പിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും, അത് ചെയ്യും ഇത് ചെയ്യും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും എന്നല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ യാതൊന്നും പ്രാവർത്തികമാക്കാത്തൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇത് ലൈഫിലെ എന്ത് കാര്യത്തിലാണെങ്കിലും ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ അല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര എഗ്രി ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞതെന്ന് വിചാരിക്കുക. നിങ്ങൾ അതൊക്കെ എൻകറേജ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ മാറിക്കോളും, ഇറ്റ്സ് ഓക്കെ എന്ന ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ അതൊക്കെ ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് മാറാൻ പോകുന്നില്ല. ബിക്കോസ് നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചെയ്തോ എനിക്ക് കുഴപ്പമില്ല എന്ന ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ കഴിയില്ല. ബിക്കോസ് നിങ്ങൾ എങ്ങനെ പെരുമാറിയാലും നിങ്ങളൊന്നും റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനോടും അത്ര ഒരു പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന രീതിയിലായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അതായത് ഒരുപാട് ഡ്രീംസ് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട്, പക്ഷെ ഒന്നും പ്രാവർത്തികമാക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങളൊന്നും പറയുന്ന ആളാണ് പക്ഷെ ഒന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു കാര്യമായിരിക്കും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സോ ഇങ്ങനെയായി മാറരുത്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോമിസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഒരു പ്രോമിസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത്
നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അതൊരു ചാലഞ്ച് എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഒതന്റിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ, ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അവരിൽ ഉണ്ടാക്കാൻ സാധിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങളെ ഒരു കാര്യത്തിനും അത്ര അപ്രീഷിയേറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ കാര്യം ചെയ്തു കഴിഞ്ഞാലും അതൊന്നും അത്ര വലിയ സംഭവമല്ല, നിങ്ങൾക്ക് അത്ര ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയൊക്കെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്ക് നിലവിൽ അത് തനിച്ച് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ എടുക്കുക. ആ കാര്യം 1-2 തവണ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിലവിൽ നിങ്ങൾക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഐഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അത്ര നോളജബിൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് അവരുടെ സഹായം ചോദിക്കാം. 1-2 തവണ അവരുടെ സഹായം ചോദിച്ചതിന് ശേഷം പിന്നീട് അതേ കാര്യത്തിന് വേണ്ടി അവരോട് സഹായം ചോദിക്കരുത്. അങ്ങനെ നിങ്ങൾ ആ കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വെർബലി നിങ്ങൾ അവരോട് പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ആക്ഷൻസിലൂടെ ഉറക്കെ നിങ്ങൾക്കത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അറിയിക്കാൻ സാധിക്കും. സോ നിങ്ങൾ അത്ര പോരാ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യവും തനിച്ച് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയൊക്കെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊന്നും അത്ര വലിയ സംഭവമായി കണക്കാക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഇതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അതായത് 1-2 തവണ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, പിന്നീട് അവരിപ്പോ ഒറ്റയ്ക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ എന്നോട് അങ്ങനെ ഹെൽപ്പ് ഒന്നും ചോദിക്കാറില്ല, ആ കാര്യമൊക്കെ സ്വയം പഠിച്ചു, അല്ലെങ്കിൽ നന്നായി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നല്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിഗമനത്തിലേക്ക് സ്വയം അവരെത്തും. സോ നിങ്ങൾ അത്ര അപ്രീഷിയേറ്റ് ചെയ്യാത്ത, എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊന്നും അത്ര വലിയ സംഭവമല്ല എന്ന രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ചെയ്തു നോക്കാവുന്നതാണ്. നെക്സ്റ്റ്, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ബോഡി ഷേപ്പ് ഒരു ഉദാഹരണമാണ് പറയുന്നത്. നിങ്ങൾ അത്ര കംഫർട്ടബിൾ അല്ല നിങ്ങളുടെ ബോഡി ഷേപ്പിൽ അല്ലെങ്കിൽ ബോഡി വെയിറ്റിൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ്, അതായത് ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെ ആകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക. അതിന് ജിമ്മോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എക്സസൈസ് തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സ്വയം ആ ഒരു ബോഡി ഷേപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫിറ്റ്നസ്സിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകളൊക്കെ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ശ്രദ്ധിക്കില്ല. ഒരുപക്ഷെ ഫിസിക്കൽ അപ്പിയറൻസ് പോലും ശ്രദ്ധിക്കാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ ഇങ്ങനെ ആകണം, അല്ലെങ്കിൽ എൻ്റെ ബോഡി ഷേപ്പ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ബോഡി സ്ട്രക്ചറാണ് ആഗ്രഹം, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ്, ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫിറ്റ്നസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് രണ്ടാണ് ഉപകാരം. ഒന്ന്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ സാധിക്കും. 2, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിലും ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിലാണ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നല് അവരിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ ഇതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. നെക്സ്റ്റ് വൺ, അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരോട് ഒട്ടും സംസാരിക്കരുത്, അല്ലെങ്കിൽ സംസാരിക്കണം, മീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം അവർ പറയുന്ന സമയത്ത് മറ്റു പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരെ റിജക്റ്റ് ചെയ്യണം എന്നൊന്നും അല്ല അർത്ഥം. ചില ആളുകൾ ഉണ്ടായിരിക്കും, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ, അല്ലെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമാണ്, അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്കാണ് ഞാൻ എപ്പോഴും മുൻഗണന കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഞാനത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതെപ്പോഴും സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ? നിങ്ങൾ അങ്ങനെ ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമാണല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ട് നിങ്ങൾ മറ്റു പല കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അവരെപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് നിങ്ങൾ ഇവിടെ റെഡിയാണ്, നിങ്ങൾ എപ്പോഴും തയ്യാറാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും. സ്വാഭാവികമായിട്ടും അതൊരു ടേക്കിംഗ് ഗ്രാൻറ്റഡ്, നിങ്ങളുടെ എല്ലാ എഫേർട്ടും വളരെ നിസ്സാരമായി കാണുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്തായിരിക്കും നിങ്ങൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങുക, ഞാൻ ചെയ്തത് ശരിയല്ലേ,
അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലേ ഞാൻ അവരോട് ഇടപഴകേണ്ടിയിരുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. സ്വാഭാവികമായിട്ടും നിങ്ങൾ എല്ലാ എഫേർട്ടും എടുക്കുന്നു, പക്ഷെ ആ എഫേർട്ടിനൊന്നും യാതൊരുവിധ വാല്യൂം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കണക്കാക്കുന്നില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അതൊന്നും അത്ര വലിയ സംഭവമല്ല, അതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആക്ച്വലി ഞാൻ എൻ്റെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമായിരുന്നു, എനിക്ക് കൂടി പ്രയോറിറ്റി നൽകണമായിരുന്നു എന്നുള്ളത്. സോ ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ പ്രയോറിറ്റി നൽകാൻ സാധിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പരിഗണിക്കുകയും വേണം. സോ പക്ഷേ ചില ആളുകളുണ്ടായിരിക്കും സ്വന്തം കാര്യങ്ങളൊന്നും നോക്കാതെ, ഒട്ടും പ്രയോറിറ്റി നൽകാതെ എപ്പോഴും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെയാവുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഓക്കെ, ആ വ്യക്തി എപ്പോഴും അവിടെ ഉണ്ട്, ഫ്രീ ആണ്, ഞാൻ എപ്പോൾ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ഓക്കെയാണ്. അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ജോലിയിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഒരു ബിസി ആവുന്ന ഒരു സ്വഭാവം അങ്ങനെയൊന്നുമില്ല. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും സംസാരിക്കാൻ പറ്റും, കാണാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോൾ എന്ത് സഹായം ചോദിച്ചു കഴിഞ്ഞാലും അവർ ഓക്കെയാണ്, അങ്ങനെയായിരിക്കും. സോ നിങ്ങളുടെ എഫേർട്ടുകളെ നിസ്സാരമായി കാണാൻ തുടങ്ങും എന്നുള്ളതാണ്. സോ അങ്ങനെ കാണരുത്. നിങ്ങളുടെ എഫേർട്ടിനെയും റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെയും പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പുറകെ ചേസ് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകില്ല. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്